കോഴഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ കോളേജ് ഡേയോട് അനുബന്ധിച്ച് ഉദ്ഘാടനത്തിന് ജാസി ഗിഫ്റ്റ് പാടിക്കൊണ്ടിരുന്നപ്പോൾ വേദിയിലേക്ക് കടന്നു കയറി പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചു വാങ്ങിച്ച് ജാസി ഗിഫ്റ്റിനെ ഇറക്കി വിട്ട സംഭവത്തിൽ പ്രിൻസിപ്പാളിൻ്റെ ഭാഗം 2015 ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ പ്രകാരം കോളേജുകളിൽ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ പെയ്ഡായിട്ടുള്ള മ്യൂസിക് പെർഫോമൻസ്, DJ പാർട്ടികൾ അതൊന്നും തന്നെ അനുവദിക്കുന്നതല്ല. ഈ സംഭവത്തിനെക്കുറിച്ച് കേരള ഹൈക്കോടതിയും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ജാസി ഗിഫ്റ്റിനെ ഉദ്ഘാടനത്തിനായിട്ട് വിളിക്കുകയും അത് പ്രകാരം ഉദ്ഘാടകൻ എന്നുള്ള നിലയിൽ ഒരു 5 പാട്ട് പാടാനുള്ള അനുമതിയും പ്രിൻസിപ്പാൾ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ജാസി ഗിഫ്റ്റ് തന്നെ കൊണ്ടുവന്ന ഒരു സഹഗായകൻ വേദിയിൽ പാടുമ്പോഴാണ് പ്രിൻസിപ്പാൾ വേദിയിലേക്ക് കടന്നു വന്ന് ജാസി ഗിഫ്റ്റിന് മാത്രം പാടാനാണ് അനുവാദം കൊടുത്തത്, കൂടെയുള്ള ഒരാൾക്ക് പാടാൻ പറ്റില്ല എന്നാണ്. എൻ്റെ പൊന്നി ടീച്ചറെ, ജാസി ഗിഫ്റ്റിൻ്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാസി ഗിഫ്റ്റിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ മെയിനായിട്ടൊരു പാട്ടിൻ്റെ ഇടയിൽ ഒരുപാട് ട്രാക്കുകളുണ്ടാവും. കോറസ്, ഹമ്മിങ്, എന്തിന് ഹിന്ദി, തെലുങ്ക്, തമിഴ് പോലുള്ള മറ്റ് ഭാഷയുടെ രീതിയിലുള്ള വരികൾ പോലും പാട്ടിലുണ്ടാകും. അതിന് കൂടെ ഒരു സഹായിയെ കൊണ്ടുവന്ന് പാടിച്ചതിൽ എന്താണ് തെറ്റ്? ടീച്ചർ പറയുന്നു അത്തരത്തിൽ പാട്ട് വേറൊരാളും കൂടെ പാടുമ്പോൾ ആ സ്ട്രക്ചർ, ആ ഫംഗ്ഷൻ്റെ സ്ട്രക്ചർ മാറുമെന്ന്. കൂടെ ഒരാൾ ഒരു ഹമ്മിങ് ഇട്ടെന്ന് പറഞ്ഞ് എന്ത് സ്ട്രക്ചർ മാറാനാണ് ടീച്ചറെ? നിങ്ങൾ പറയുന്ന റൂൾസും റെഗുലേഷൻ്റെ വയലേഷൻ ആണെങ്കിൽ ആ പാട്ട് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ? ഇതിപ്പോൾ കേരളത്തിലെ എല്ലാ കലാ ആസ്വാദകരും നിങ്ങളെ മരണം വരെയും പ്രാവും. എൻ്റെ പൊന്നി ടീച്ചറെ, നിങ്ങളൊന്നും കേരളത്തിൽ ജനിക്കേണ്ടവരല്ല. പിന്നെ എവിടെ ജനിക്കണമെന്നാണ് അണ്ണൻ പറയണത്? ഇവരൊന്നും ജനിക്കേണ്ടവരേ അല്ല.